സൗദി അറേബ്യയുടെ ചരിത്രത്തിന്റെ തുടക്കത്തിന് കാരണമായ ഒരു കൊട്ടാരമുണ്ട് റിയാദിൽ. ദീരയിലെ മസ്മക് എന്നു പേരുള്ള കൊട്ടാരം വീണ്ടും ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. സൗദ് വംശത്തിൽ നിന്ന് രാഷിദികൾ പിടിച്ചെടുത്ത ഈ കൊട്ടാരം സൗദുകൾ തിരിച്ചു പിടിച്ചതോടെയാണ് പുതിയ രാജ്യത്തിന് തുടക്കം കുറിച്ചത്. 1865 നെജിദ് എന്ന ഇന്നത്തെ റിയാദ് അന്ന് ചുട്ടുപൊള്ളുന്ന വെറും മണൽക്കാടാണ്. ഇന്നത്തെ ബത്തയോട് ചേർന്നുള്ള ദീര എന്ന പ്രദേശത്ത് ഒരു കൊട്ടാരം അന്നുയർന്നു. പേര് മസ്മക്. മസ്മക് എന്നാൽ കട്ടിയുള്ളതും ഉറച്ചതും എന്നാണ് അർത്ഥം. അബ്ദുള്ള ബിൻ ഫൈസൽ അൽ സൗദാണ് അന്ന് നെജിദ് ഭരിക്കുന്നത്. മണ്ണും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ച അക്കാലത്തെ ഈ ഭീമൻ കൊട്ടാരം 1865 നിർമ്മാണം തുടങ്ങിയതാണ്. 1895ഓടെ 20 വർഷം കൊണ്ടാണ് ഇത് പൂർണ്ണ രൂപം പ്രാപിക്കുന്നത്. നാല് കോണിലും 18 മീറ്റർ ഉയരമുള്ള കാവൽ ഗോപുരങ്ങൾ, 1.25 മീറ്റർ കട്ടിയുള്ള മതിലുകൾ, പടിഞ്ഞാറ് ഭാഗത്തെ 3.5 മീറ്ററിലേറെ ഉയരമുള്ള പ്രധാന കവാടം. കയറിയാൽ ശത്രുക്കൾക്ക് മരണക്കളമായിരുന്നു ഈ കോട്ട. കാരണം അകത്ത് കയറിയാൽ ആദ്യമായി അത്ര എളുപ്പമല്ലായിരുന്നു തിരിച്ചിറങ്ങൽ. കോട്ടയ്ക്കകത്ത് ഒരു പള്ളി, മജ്ലിസ്, കിണർ, ഗോവണികൾ, ആയുധശേഖരങ്ങൾ എന്നിവയുണ്ടായിരുന്നു. കൊട്ടാര നിർമ്മാണം ഏകദേശം പൂർത്തിയാക്കി 16 വർഷം പിന്നിട്ടു. വർഷം 1891. നെജിദിന്റെ കാത്തിരിപ്പ് പോലെ ഹാലിലെ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ റാഷിദിന്റെ പടകൾ റിയാദിലെത്തി നഗരം കീഴടക്കി. മസ്മക് കോട്ടയും ഇതോടൊപ്പം പെട്ടു. അന്ന് സൗദിയിലെ 2ാം ഭരണകൂടത്തിന്റെ കാലഘട്ടമാണ്. ഹാലിലെ പടകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അൽ സൗദ് വംശം കുവൈത്തിലേക്ക് പലായനം ചെയ്തു. പിന്നീട് 11 വർഷം റാഷിദികളുടെ കീഴിലായിരുന്നു ഈ പ്രദേശം. കാലം കടന്നുപോയി. അബ്ദുള്ള ബിൻ ഫൈസൽ അൽ സൗദിന്റെ പരമ്പരയിലെ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ഇബ്നു സൗദ് എന്ന യുവാവിന്റെ പടനീക്കം കുവൈത്തിൽ നിന്നും റിയാദിലേക്കായിരുന്നു. 1902 ജനുവരിയിൽ കുവൈത്തിൽ നിന്നും 63 പേർ റിയാദിലേക്ക് നീങ്ങി. കൊടും തണുപ്പിൽ മരുഭൂമിയിൽ ചിലർ വീണ് മരണപ്പെട്ടു. മരുക്കടൽ താണ്ടി റിയാദിലെത്തിയത് 40 പേർ. 1902 ജനുവരി 15 രാത്രിയുടെ മറവിൽ അവർ ദീരയിലെ മതിലിനരികെ എത്തി. മസ്മക്കിലേക്കൊരു ഏണി ചാരി വെച്ചു. പിന്നീട് നടന്ന യുദ്ധത്തിൽ കൊട്ടാരം തിരികെ പിടിച്ചു. ഇതായിരുന്നു സൗദി അറേബ്യയുടെ ഏകീകരണത്തിന്റെ തുടക്കം. റാഷിദി സൈനികർ കീഴടങ്ങി. ഈ യുദ്ധം റിയാദിന്റെ നിയന്ത്രണം അൽ സൗദ് വംശത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇത് 3ാമത്തെ സൗദി സംസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നു. 1902 മുതൽ 1938 വരെ മസ്മക് ഇബ്നു സൗദിന്റെ ഹൃദയമിടിപ്പായി തുടർന്നു. പിന്നാലെ സൗദി അറേബ്യ വിവിധ ഭാഗങ്ങളിലേക്ക് പടയോട്ടം തുടങ്ങി. ആദ്യം റാഷിദികളെയും പിന്നീട് ഹാഷ്മൈറ്റുകളെയും കീഴടക്കി. 1932 സൗദി അറേബ്യ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടു. ആ പടയോട്ടങ്ങളുടെ തുടക്കം ഈ മസ്മക് കൊട്ടാരത്തിൽ നിന്നായിരുന്നു. സൗജന്യ പ്രവേശനമുള്ള ഈ കൊട്ടാരത്തിൽ അതിന്റെ ചരിത്രം ഇന്നും കാണാം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.